സാറ് കാണണമെന്ന് പറഞ്ഞു? കാണണമെന്ന് പറഞ്ഞത് ഞാനാണെങ്കിലും കാണേണ്ടത് എനിക്കോ ജ്യോതിർമയ്ക്കോ അല്ല, ഈ മാഡത്തിനാ. ഇവനാണ് കക്ഷി, ഉടുമ്പ് സാബു. എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാ മതി, കാര്യം സാധിച്ചു തരും. അല്ല, അത് പിന്നെ അങ്കിളും ആന്റിയും കൂടെ അങ്ങ് സംസാരിച്ച് തീരുമാനിച്ചാ മതി. നിങ്ങൾ പറയുന്നത് തന്നെ എന്റെയും തീരുമാനം. മാഡം വിഷമിക്കണ്ട, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തും ഞാൻ ചെയ്യും. പറഞ്ഞോ മാഡം. പറയൂ ശിവാനി. അത് എന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയ ഒരുത്തൻ ഇവിടെ സബ് ജയിലിലുണ്ട്. ഗൗതം എന്ന പേര്. അവൻ ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത്. അവൻ ജയിലിന് പുറത്തേക്ക് ഒരിക്കലും ഇറങ്ങാതിരിക്കണമെങ്കിൽ ഞാനൊന്ന് ജയിൽ വരെ പോകേണ്ടി വരും. മാഡത്തിന് വിരോധമൊന്നുമില്ലല്ലോ? മോളെ കൊണ്ട് വെറുതെ അതൊന്ന് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. കാര്യമൊക്കെ ഞാൻ സാബുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഗൗതമിനെ തീർക്കണമെങ്കിൽ കൊല്ലാനുള്ള ആള് ജയിലിനകത്തേക്ക് തന്നെ പോണല്ലോ മോളെ. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ എങ്ങനെയാ സാബു, ജയിലിൽ പോകാനുള്ള വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? അതിനുള്ള വഴി മരുന്നൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ആരുടെയെങ്കിലും നെഞ്ചത്തോട്ട് മനഃപൂർവ്വം ചെന്ന് കയറി ഒരു ഇഷ്യൂ ഉണ്ടാക്കി കാണുമല്ലേ? എന്താന്നറിയില്ല സാറേ, സാധാരണക്കാരായിട്ട് മുട്ടാൻ ഒരു താല്പര്യവും തോന്നുന്നില്ല. അതുകൊണ്ട് ഗ്രേഡ് ഒന്ന് കൂട്ടിപ്പിടിച്ചു. നീ എന്തു പണിയാടാ ഒപ്പിച്ചേ? വരുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു ചെറിയ മാർഗതടസ്സം ഉണ്ടായി. എടാ ദുഷ്ട, ആ സുരേഷ് എന്റെ ആളാ. അവന്റെ മൂക്ക് നീ ഇടിച്ച് പരത്തിയോ? പിന്നല്ലാതെ, ഒരു പോലീസുകാരന്റെ രണ്ടെണ്ണം പൊടിച്ചിട്ട് അകത്ത് പോകുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെ സാറേ. ജയിലിൽ ചെന്നാലും അതിന്റെ വിലയെന്ന് വേറെയാ. ആ, അപ്പൊ പിന്നെ നീ നാളെ തന്നെ അകത്ത് പോകുന്ന ഉറപ്പായി. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഡീൽ ഉറപ്പിച്ചാലോ? ഡീൽ ഉറപ്പിക്കാൻ ഒന്നുമില്ല. സാറിന്റെ പണിയാവുമ്പോ ഞാൻ കൂലി ചോദിക്കാറില്ലല്ലോ. സാറ് തരുന്നത് ഞാൻ വാങ്ങിക്കും. അത് ഒട്ടും കുറവാവൂല, അതെനിക്കറിയാൻ ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് എന്റെ പണിയല്ല, ഈ മാഡത്തിൻ്റെതാണെന്ന്. ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ അകത്ത് ചെന്ന് ഇരുട്ടി വിളക്കുമ്പോഴേക്കും ഗൗതം ചത്തു എന്നുള്ള വാർത്ത മാഡത്തിന്റെ ചെവിയിലെത്തും. പകരം എനിക്ക് എന്ത് തരും? ഒറ്റ പറച്ചിൽ, പേശലില്ല. പറഞ്ഞോ മാഡം. സാബുന് ഒരു വില മോൾക്കിടാം, അത് അങ്ങോട്ട് കൊടുത്തോളാം. മടിക്കണ്ടെന്നേ പറഞ്ഞോ? അല്ല, അത് പിന്നെ 10 ലക്ഷം. സമ്മതിച്ചിരിക്കുന്നു. 10 ലക്ഷം. അപ്പൊ ഇനി രാത്രി യാത്ര പറയുന്നില്ല, എത്രയും വേഗം ജയിലിലെത്താം. കോട്ടെ മേഡം. ഫൈസലേ, വണ്ടിയില്.